അപ്പം ഈ വെട്ടം നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പം എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ചോദിച്ചു നാട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ ഏറ്റവും ഉഗ്രനായി എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒറ്റൊരു കാര്യമാണ്. ഞാൻ കേട്ട് ഈ ഒരു അടിപൊളി റാപ്പറിനെ കുറിച്ച്, വേടൻ എന്ന റാപ്പർ. ഒരു പക്ഷേ ഞാനങ്ങനെ ബാംഗ്ലൂരിനകത്തൊക്കെ ആയതുകൊണ്ട് കൂടുതലൊന്നും എനിക്ക് അറിയാൻ പറ്റാതായതാണ്. പക്ഷേ അറിയാതെ പോയിരുന്നെങ്കിൽ ഇത് എൻ്റെ വലിയൊരു നഷ്ടമായി പോയെന്ന് എനിക്കിപ്പം അല്ല, ആ കേട്ട നിമിഷം തൊട്ട് തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഒരു വ്യക്തിയുടെ പുരുഷത്വം എന്താണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അഴകിലോ സൗന്ദര്യത്തിലോ ജാതിയിലോ മതത്തിലോ ഒന്നിനുമല്ല, തൻ്റെ മനോഹരമായ ആശയം, അത് പറയാനുള്ള നട്ടെല്ല്, അതിനുള്ള നല്ലൊരു ജീൻസ്, അതിനുള്ള കഴിവ്, അത് ഏത് സമൂഹം തനിക്കെതിരെ എത്ര കൈ ചൂണ്ടിയാലും അത് പറയാൻ കാണിക്കുന്ന തൻ്റെ ഉണ്ടല്ലോ. ആ ഒറ്റ തൻ്റെ ഇടം കൊണ്ട് തന്നെ ഒരു റാപ്പർ എന്ന രീതിയിൽ ഒരു റാപ്പറിന് ഇത്രമാത്രം സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ, എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു. കാരണം ഈ കടന്ന് പൊളിറ്റിക്കൽ സ്പീച്ച് നടത്തി പല വേദികൾ കയറി നമ്മളൊക്കെ എത്ര രാഷ്ട്രീയം സംസാരിച്ചാലും ഒരു ഡിബേറ്റിന് ന്യൂസ് ചാനലിൽ വന്നിരുന്ന എത്ര ഡിബേറ്റുകൾ കാണുന്നു. അതിന് എല്ലാത്തിനേക്കാളുപരി രാഷ്ട്രീയം എന്നത് സമൂഹത്തിൻ്റെ കാര്യത്തിലേക്കുള്ള ഇടപെടലാണെന്നും ആ സമൂഹത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കണമെന്നാണ്. ആ മാറ്റം കൊണ്ടുവരാൻ ഇങ്ങനെയൊക്കെ പറ്റുമെന്നതിൽ വലിയൊരു എക്സാമ്പിളാണ് കല എന്ന രൂപം. പാട്ടെന്ന തൻ്റെ കല വെച്ച് വേടൻ എന്ന് ഈ ഒരു റാപ്പർ ചേട്ടൻ ചെയ്യുന്ന ആ ഒരു റാപ്പിൽ കൂടെ പറയുന്ന ഓരോ വരിയും അത്ര ടച്ചിങ് ആണ്. ഇതിൽ പൊളിറ്റിക്കൽ ബേസിസോ ഒന്നുമല്ല നോക്കേണ്ടത്. നമ്മൾ അവരുടെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് അതിൽ നിന്ന് ഇത്രയും ഉയരങ്ങളിലേക്ക്, എന്നാൽ അത്രയ്ക്ക് സാധാരണ ഒരു കുടുംബം, റിസോഴ്സസ് ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്ന് ഇത്രയും വന്ന് പല ആൾക്കാരും പല കോപ്രായങ്ങളും കാണിച്ച് ഫേക്ക് ആയിട്ടുള്ള ഓരോ കാര്യം ചെയ്ത് ഫെയിം നേടാൻ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ തൻ്റെ കഴിവ്, തൻ്റെ സമുദായത്തിന് വേണ്ടി തൻ്റെ ഏത് സാഹചര്യത്തിലും പോരാടാനുള്ള മനസ്സ്, അതുകൊണ്ടൊക്കെ ഇത്രയൊക്കെ ഉയരാൻ പറ്റുന്ന ഒരു വ്യക്തി നമ്മൾ ആർക്കെടുത്താലും വലിയ റോൾ മോഡലായിരിക്കും കേട്ടോ. അതെനിക്കിത് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞു കേരളത്തിൽ എത്രമാത്രം ജാതി വിവേചനമൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ പുറത്തോട്ടേക്ക് പല സംസ്ഥാനത്തിൽ നോക്കിയാലും ജാതി എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടിട്ട് വരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, ഞാൻ പല സംസ്ഥാനത്തിലേക്ക് പോയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അവിടുത്തെയൊക്കെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, ഓരോ സമുദായവും എസ്പെഷ്യലി അവിടുത്തെ സ്ത്രീകളാവട്ടെ പുരുഷന്മാരാകട്ടെ, അവർ എന്തുമാത്രം ഗതികേട് ജീവിക്കുന്നു. ആ ഒരു ഗതികേടിനൊക്കെ നേരെ ഇതുപോലൊരു വ്യക്തി ഓരോ സംസ്ഥാനത്തും വരുവാണെങ്കിൽ ഈ നാട്ടിൽ ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്നവന് ഏറ്റവും ഉയരാൻ ഇതുപോലൊരു കൈത്താങ് വേണ്ട. ആ ഒറ്റൊരു കാരണം കൊണ്ടാണ് ഞാൻ മുന്നത്തെ ഒരു ഷോർട്സിനകത്ത് ഇട്ടത്. ഈ നാടിൻ്റെ ന്യൂ ഏജ് അംബേദ്കർ എന്ന് തന്നെ നമ്മുടെ വേടൻ ചേട്ടന് പറയാതിരിക്കാൻ എന്നെ കൊണ്ട് എന്തായാലും പറ്റത്തില്ല. നിങ്ങളുടെ ഒപ്പീനിയനും കൂടെ കമൻറ്റ് ചെയ്യണേ.